മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് ഒരു ചെറിയ ഗഹനമായ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ച് ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് ഇതൊരു ധർമ്മരാജ്യമാണ് എന്നാണ്. മഹാത്മാഗാന്ധി രാമരാജ്യമെന്ന ഭാരതത്തെ വിവരിക്കാൻ കാരണം തന്നെ തൻ്റേത് തനിക്ക് മാത്രം, തൻ്റെ സ്വന്തം എന്ന വിചാരങ്ങളില്ലാതെ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ വലിയ വേദ വരികളുടെ അടിസ്ഥാനത്തിൽ സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. താനടക്കം എല്ലാവരും സന്തോഷത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും സുഖത്തോടുകൂടിയും ദുഃഖമില്ലാതെയും ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ച വേദമന്ത്രങ്ങൾ രചിച്ച ഈ രാഷ്ട്രം നിലനിന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം ബന്ധുക്കളെ, കൗരവന്മാരെ, ആചാര്യന്മാരെ, പിതാമഹന്മാരെ വധിക്കാൻ ഭഗവാൻ കൃഷ്ണൻ അർജുനന് നിർദ്ദേശം നൽകിയത് പോലും ഒരു രാഷ്ട്രത്തിന് അധർമ്മവും അനീതിയും അന്യായവും നടമാടുന്നത് ഇല്ലാതെയാക്കാൻ, ഒരു രാഷ്ട്രത്തിന് തിന്മയുണ്ടാക്കുന്നത് ബന്ധുക്കളാണെങ്കിൽ പോലും അവരോട് ക്ഷമിച്ചു പൊറുക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും വലുത്, ധർമ്മത്തിൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും മുഖ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നിർഭാഗ്യവശാൽ ഇന്ന് ഭാരതത്തിൽ അധർമ്മവും അനീതിയും അന്യായവും അസാധാരണമായി വളർന്നിരിക്കുന്നു. അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും അധികം ബഹുമാന്യരായ ഡോക്ടർമാർ, ഏറ്റവും അധികം ആരാധ്യരായ ജഡ്ജിമാരും വക്കീൽമാരും, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, അധ്യാപകർ, സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകേണ്ട ബുദ്ധിജീവികൾ, പത്രമാധ്യമത്തിലെ പ്രവർത്തകർ, ഇവരെല്ലാം എല്ലാ എന്ന വാക്കുപയോഗിക്കുമ്പോൾ 100% എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 90% കൂടുതൽ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാഴ്ച. ഏത് വിധത്തിലും പണമുണ്ടാക്കണം, അധികാരത്തിലെത്തുന്നതായാലും സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നതായാലും, എത്ര കാലം ഒരു കസേരയിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ്സിൽ നിലനിൽക്കുന്നുവോ അത്രയും കാലം സാധിക്കാവുന്നിടത്തോളം പൈസ ഉണ്ടാക്കണം എന്ന ധാരണയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും. ഒരു ധർമ്മരാജ്യം എന്നുള്ളത്, നമ്മൾ ജനാധിപത്യം എന്നുള്ളത് ധനാധിപത്യം എന്ന് പറയുന്ന പോലെ ധർമ്മരാജ്യം ഇന്ന് ഒരു തരത്തിൽ അധർമ്മത്തിൻ്റെ രാജ്യമായിരിക്കുന്നു. കേരളത്തിലെ ആശുപത്രികളും ഡോക്ടർമാരെയും ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചു. ഓരോ ഡോക്ടറും കമ്മീഷൻ ഏജന്റാണ്. വീട്ടിൽ മണിക്കൂറുകളോളം പൂജ നടത്തി വേദം വായിച്ച് പഠിക്കുന്ന വ്യക്തി പോലും, നല്ല ആത്മീയതയിൽ പ്രഭാഷണം നടത്തുന്നവർ പോലും, നല്ല നല്ല കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് പുറത്ത് കാണിക്കുന്നവർ പോലും, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അവരെല്ലാം കമ്മീഷൻ ഏജന്റുമാരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അടുത്ത കാലത്താണ്. വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥ. ആവശ്യമില്ലാത്ത മെഡിക്കൽ ടെസ്റ്റ്, ആവശ്യമില്ലാത്ത അന്വേഷണങ്ങൾ, ആവശ്യമില്ലാത്ത മരുന്നുകൾ,
ഇതെല്ലാം ഇന്ന് ആശുപത്രി എന്ന സംവിധാനത്തെ ഭീകരമാം വിധം അധപ്പതിപ്പിച്ചിരിക്കുന്നു. പണ്ട് ഡോക്ടർമാരെ കാണുമ്പോൾ മടക്കി കുത്തഴിച്ചിട്ട് ബഹുമാനിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരെ കാണുമ്പോൾ മടക്കി കുത്തഴിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ അവരെ കാണുമ്പോൾ മടക്കി കുത്തിക്കൊണ്ട് ഇന്നത്തെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇതിൽ നിന്ന് ഒരു ധർമ്മ സംവിധാനം നമ്മുടെ രാഷ്ട്രത്തിൽ ആശുപത്രികൾക്കൊരു പേരുണ്ടായിരുന്നു, ധർമാശുപത്രി എന്ന്. ഇങ്ങനെ പ്രൈവറ്റ് ആശുപത്രികളെല്ലാം ധാർമ്മികമായിട്ട് നിലനിൽക്കണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അധർമ്മം ചെയ്യുന്നത് ആവശ്യമില്ലാത്ത രീതിയിൽ മരുന്നുകൾ കൊടുത്ത് ചികിത്സയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ വേദന തോന്നി. അതിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് അടുത്ത കാലത്ത് വേറൊരു അനുഭവം ഉണ്ടായി. ഒരു നല്ല ഡോക്ടറെ ചെന്ന് കണ്ടു. പ്രൈവറ്റ് ആശുപത്രിയിൽ 1 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് രോഗം ഏതാണെന്ന് പോലും നിർദ്ദേശിക്കാതെ 16 തരത്തിലുള്ള മരുന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കണമെന്ന് പറഞ്ഞ് പത്മശ്രീ വരെ കിട്ടിയിരിക്കുന്ന ഡോക്ടർമാരുടെ കീഴിലുള്ള ആശുപത്രിയിൽ നിന്നിറങ്ങി ഇതൊന്നുമല്ല രോഗമെന്ന് എൻ്റെ മനസ്സ് പറയുന്നതനുസരിച്ച് എൻ്റെ ബന്ധുവിനെ മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് ഇന്നലെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം 3 രൂപയുടെ ഒരു ടാബ്ലറ്റ് 15 ദിവസം കഴിക്കാനാണ് പറഞ്ഞത്. അത് മതി, പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. ധർമ്മം എന്ന വാക്കിനൊരർത്ഥമുണ്ട്. ധാരയതീതി ധർമ്മ, ധാരണാത് ധർമ്മ. ഏതൊന്നാണോ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഏതൊന്നാണോ നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത്, ഏതൊന്നാണോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഏതൊന്നിലൂടെയാണോ നിങ്ങൾ നടക്കേണ്ടത്, ധാരണാത് ധാരയതി ഇതി ധർമ്മ, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം ചെയ്യുന്നവരും ഈ നാട്ടിലുണ്ട്, ആ ധർമ്മം ചെയ്യിപ്പിക്കുന്നവരും ഈ നാട്ടിലുണ്ട്. പക്ഷേ എണ്ണത്തിൽ വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ഈ രാഷ്ട്രത്തെ നിലനിർത്തുന്നതെന്ന് പോലും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ആരാധിക്കുന്ന മുഖം മൂടിയിട്ട അനവധി വ്യക്തികളുടെ നിരയിൽപ്പെടാതെ പുറകിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടി തൻ്റെ ജീവിതത്തിൽ പഠിച്ചത് ജീവിക്കാൻ ഉപജീവന മാർഗമായി സ്വീകരിക്കുന്നതോടൊപ്പം അതിൽ നിന്ന് ലഭിക്കുന്ന ആ സംഖ്യ നല്ല ജീവിതം നയിക്കാൻ ഉപയോഗിക്കുന്നതോടൊപ്പം ഈ പാവപ്പെട്ടവരെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പാവപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്ന ചൂഷിത ധനം ഉപയോഗിക്കാത്ത കുറച്ചുപേരുണ്ട്. ആ കുറച്ചുപേരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരുവനാകണം. സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ന്യായത്തെയും വളർത്താൻ അതിനകത്ത് കയറിയിരുന്നാലേ പറ്റുള്ളൂ. വെള്ളത്തിലേക്ക് ചാടിയാലേ നീന്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരു ചെറിയ വിഭാഗത്തിൽപ്പെട്ട ജനത ഇന്നും രാഷ്ട്രത്തെയും സമൂഹത്തെയും നിലനിർത്താൻ ധാർമ്മിക മൂല്യങ്ങളിലൂടെ പോകുമ്പോൾ അതിലൊരാളാവാൻ നമുക്ക്, എനിക്ക്, നിങ്ങൾക്ക് സാധിക്കണം. മറ്റുള്ളവരെല്ലാം അഴിമതിക്കാരായതുകൊണ്ട് എനിക്കത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളത് ന്യായീകരണമല്ല. റൂട്ടിലൂടെ മറ്റെല്ലാവരും ലിക്കർ കഴിച്ച് നടക്കുകയാണെങ്കിൽ ഞാനും ലിക്കർ കഴിച്ച് നടക്കേണ്ടത് ആവശ്യമാണെന്ന് ധാരണ തെറ്റാണ്. -55 ഡിഗ്രിയിൽ കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ വർഷങ്ങളോളം വർക്ക് ചെയ്ത് എനിക്ക് തണുപ്പ് മദ്യപാനത്തിനൊരു കാരണമാണ് എന്ന് വാദിക്കുന്നവരോട് ആ വാദം ശരിയല്ല എന്ന് പറയാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. -55 ഡിഗ്രിയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട എഡ്മണ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് വ്യക്തികൾ മദ്യപിക്കാത്തവരുണ്ട്. അതേപോലെ കൈക്കൂലിക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കൈക്കൂലി വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലെന്ന ധാരണ തെറ്റാണ്. കമ്മീഷൻ മാത്രം വാങ്ങിക്കുന്ന ഡോക്ടർമാരുടെ ഇടയിൽ ഞാൻ ഡോക്ടറായിട്ട് തുടരണമെങ്കിൽ
കമ്മീഷൻ വാങ്ങിച്ചേ മതിയാവൂ എന്ന ധാരണ തെറ്റാണ്. കൈക്കൂലി വാങ്ങിക്കാത്ത പോലീസുകാരുണ്ട്, കമ്മീഷൻ വാങ്ങിക്കാത്ത ഡോക്ടർമാരുണ്ട്, കൈക്കൂലി വാങ്ങിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്, നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. ശാന്തമായും സ്വസ്ഥമായും ജീവിക്കുന്ന അവരുടെ ജീവിതമാണ് ധന്യമായ ജീവിതം. നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് എന്തോ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്തോ, നമുക്ക് അപ്രീസിയേഷൻ ലഭിക്കുന്നത് എന്തോ, ആ ധർമ്മം അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഒരു വരി പറയുന്നുണ്ട്. നീ ഒരു ഉപകരണമാണ് അർജുന. യു ആർ ഓൺലി എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് omnipotent, omnipresent divine power. നീ ഒരു നിമിത്താണ്. മറ്റുള്ളവർക്ക് നന്മകൾ ചൊരിഞ്ഞു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാൻ നിനക്ക് സാധിക്കണം. അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ, ധർമ്മത്തിൻ്റെ വഴിയിലൂടെ പോകാൻ ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടും പറയുന്നു, ഞാനും കൂടി വിചാരിച്ചില്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെയും ഈ ജനതയുടെയും അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഒരു സിസ്റ്റം എപ്പോഴെല്ലാം അനീതിയിലേക്കും അന്യായത്തിലേക്കും അധർമ്മത്തിലേക്കും പോകുന്നുവോ ആ സിസ്റ്റം തന്നെ അനീതിയും അന്യായവും അധർമ്മവും ചെയ്യുന്നവരെ പാഠം പഠിപ്പിക്കുന്നുണ്ടാവും. അല്ലായിരുന്നെങ്കിൽ ലിബിയ ഭരിച്ച ഗദ്ദാഫിയുടെ മരണം, ഇറാഖ് ഭരിച്ച സദ്ദാം ഹുസൈൻ്റെ മരണം, ലോകത്തെ കിടുകിട വിറപ്പിച്ച ഒസാമ ബിൻ ലാദൻ്റെ മരണം ആലോചിച്ച് നോക്കാം. അത് പ്രകൃതി ചെയ്യിച്ചതാണ്. ആരെ കൊണ്ട്? നമുക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടോ ഇഷ്ടമില്ലാത്തവരെ കൊണ്ടോ എന്നുള്ള വാദമല്ല. പ്രകൃതിക്ക് എന്താണോ ചെയ്യിക്കേണ്ടത് അത് പ്രകൃതി ചെയ്തിരിക്കും. അത് ആരിലൂടെയെങ്കിലും ചെയ്തിരിക്കും. അതുകൊണ്ട് പ്രകൃതിയുടെ നന്മ നിറഞ്ഞ ആ കർമ്മമണ്ഡലത്തിൽ കർമ്മനിരതരാവാൻ, ധർമ്മബോധമുള്ളവനാവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അധർമ്മവും അനീതിയും കൈക്കൂലിയും സ്വജനപക്ഷപാതവും നടമാടി കൊടിമുടിയിലെത്തിയിരിക്കുന്ന ഭാരതം ഇന്ന് കരയുന്നുണ്ട്. എവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഴിമതിയും കൈക്കൂലിയും കമ്മീഷനും വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഒന്ന് വസ്തുത മാത്രമാണ്, അത്യന്താധുനിക ശാസ്ത്രം കഴിഞ്ഞ 300 വർഷമായിട്ട് വിവരിക്കുന്നു, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിപുരാതനമായ രാമായണം കഴിഞ്ഞ 3000 വർഷമായിട്ട് വിവരിക്കുന്നു, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അവനവൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction to be experienced by the actor. അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതെത്ര വലിയ ഡോക്ടറായാലും, എത്ര വലിയ ജഡ്ജി ആയാലും, എത്ര വലിയ ഭരണാധികാരി ആയാലും. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, രക്തപ്രസാദം, രക്തത്തിളപ്പ് ഇന്നും നിലനിൽക്കില്ല. ഒരിക്കൽ കിടക്കയിൽ കിടക്കേണ്ടി വരും. അന്ന് അധർമ്മം ചെയ്തവര്, അനീതി ചെയ്തവര്, അന്യായം ചെയ്തവര് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം വായിലൊഴിച്ച് തരാൻ ഒരു പക്ഷെ ആരും ഉണ്ടായിന്ന് വരില്ല. അന്ന് കരഞ്ഞ് ജഗദീശ്വര എന്ന് വിളിച്ചാൽ ഈശ്വരൻ എന്ന പ്രതിഭാസം ഉത്തരം തരില്ല. കാരണം ചെയ്തിരിക്കുന്ന തിന്മകൾ അത് നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ പറയുന്നു, അതെല്ലാം എണ്ണി എണ്ണി അനുഭവിച്ച് മതിയാവുള്ളൂ. ഇന്നലെ വൈകുന്നേരം കണ്ടു ഒരു കോഴിയുടെ ജീവനോടെ ഒരു കോഴിയുടെ തൂവൽ പറിച്ച് ഒരാൾക്ക് തൂക്കി വിൽക്കുന്നത്. അതിൻ്റെ തല വെട്ടിയിട്ടില്ല, അതേപോലെ തന്നെയാണ് വിൽക്കുന്നത്. വീട്ടിൽ ചെന്ന് ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ഈശ്വര, ആ കോഴിയുടെ തലയൊന്ന് ആദ്യം വെട്ടിയിരുന്നെങ്കിൽ ആ വേദന സഹിക്കേണ്ടി വരുമായിരുന്നില്ല അത് ആ ജീവി എന്ന്. ഒരു മുട്ടുസൂചിയെടുത്ത് അവനവൻ്റെ കയ്യിൽ കുത്തിയാൽ ആ വേദന താങ്ങാൻ പറ്റാത്ത നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി ആ കോഴിയുടെ ജീവനോടെ തൂവലും കയ്യും കാലും പറിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഇതെല്ലാം ഈ രാഷ്ട്രം അനുഭവിക്കേണ്ടി വരില്ലേ? അതല്ലേ പലപ്പോഴും ഈ പ്രകൃതി തിരിച്ചു തരുന്നത്. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്,
കുറേ അധികം ജനത കുറേ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ പ്രകൃതി അതിൻ്റെ തിരിച്ചടി തരികയാണ്. തരാതിരിക്കില്ല. അത്രയും അധികം അനീതിയും അധർമ്മവും അന്യായവും ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള ഭാരതത്തിൽ നടക്കുന്നു. എണ്ണിപ്പറഞ്ഞാൽ തീരാത്തത്രയും നടക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified എന്നുള്ള ലീ ഷാറ്റലിയർ പ്രിൻസിപ്പിൾ കോളേജിലും സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നതിനെ ആരാണോ തകർക്കുന്നത്, ആ സിസ്റ്റം തന്നെത്താൻ അഡ്ജസ്റ്റ് ചെയ്ത് ആ തകർക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാതെയാക്കും, നെഗറ്റീവ് റിസൾട്ടുകൾ ഇല്ലാതെയാക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ തിന്മകൾ നടക്കുന്നത് ഞാൻ തിന്മ ചെയ്യാൻ ന്യായീകരണമല്ല. അധർമ്മവും അനീതിയും അന്യായവും ചെയ്യുന്നവര്, ഇന്നലെ വേറൊരു വാർത്ത കൂടി കേട്ടു. പ്രഗത്ഭനായൊരു ഡോക്ടർ, അദ്ദേഹം ഇപ്പൊ സർജറി നടത്താറില്ല അത്രേ. ചെറുപ്പക്കാരനാ. കാരണം കത്രിക കയ്യിലെടുക്കുമ്പോൾ കൈ വിറയ്ക്കുന്നു അത്രേ. അത് എന്നോട് വിവരിച്ച ആള് പറഞ്ഞ വരിയുടെ അവസാന ഭാഗം ഇതാണ്. അയാൾക്ക് വലിയ അവാർഡും പുരസ്കാരവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കത്രിക എടുക്കാൻ പറ്റണില്ല, വാങ്ങിച്ചു കൂട്ടിയ കമ്മീഷൻ അനുഭവിച്ച് തീർക്കണ്ടേ എന്നാണ്. ഓരോ ആശുപത്രിയിലും ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ ഗവൺമെന്റ് ഓഫീസിലും ഓരോ സ്ഥാപനത്തിലും കൈക്കൂലി കൊടുത്ത് ഇറങ്ങി വരുന്നവര് താൻ ആർക്കാണോ കൈക്കൂലി കൊടുത്തത് അവനും കുടുംബാംഗങ്ങളും നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കില്ല വരുന്നത്, മുടിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് കമ്മീഷൻ വാങ്ങിക്കുന്ന ഡോക്ടർമാരോടും കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരോടും അധർമ്മവും അനീതിയും അന്യായവും ചെയ്യുന്ന വ്യക്തികളോടും അപേക്ഷിക്കുന്നു, കൂടുതൽ കാലം തുടർന്നാൽ ഒരിക്കൽ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് നിങ്ങളുടെ അനീതിയും അധർമ്മവും വളർന്നാൽ അന്ന് ദുഃഖിക്കേണ്ടി വരും. ഒരു ഡോക്ടറുടെ ഏറ്റവും അടുത്ത ബന്ധു മരിച്ചു അത്രേ. നല്ല മനുഷ്യൻ മരിച്ചു. അതിൻ്റെ ഷോക്ക് പോലും അദ്ദേഹത്തിന് വകവയ്ക്കാതെ ഇപ്പോഴും അദ്ദേഹം കമ്മീഷൻ വാങ്ങിക്കുന്നു. താൻ പറയുന്ന ലാബറട്ടറിയിൽ തന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യണം, ചെയ്ത ടെസ്റ്റുകൾ വീണ്ടും ചെയ്യണം. കാരണം അവിടെ നിന്ന് 40% കമ്മീഷൻ കിട്ടും. തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ മരിച്ച ദുഃഖം പോലും ഈ അധർമ്മം ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കുന്നില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ യൂട്യൂബിലെ ഈ സന്ദേശം കേട്ട് നിങ്ങളിൽ ഒരു 10 പേർക്കെങ്കിലും ഇന്നു മുതൽക്ക് മനസ്സിൽ കുറേ മാറ്റം ഉണ്ടായാൽ അത് ഈ കർമ്മത്തിൻ്റെ ലക്ഷ്യത്തെ സാധിപ്പിക്കുന്നു എന്നെൻ്റെ മനസ്സിനോട് പറയുന്നു. വാൽമീകിയുടെ പൂർവാശ്രമത്തിലെ സഹധർമ്മിണി പറഞ്ഞ വരി, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അതുകൊണ്ട് അധർമ്മം ചെയ്യരുത്, അനീതിയും അന്യായവും ചെയ്യരുത്. ചെയ്യുന്ന അനീതിയും അധർമ്മവും ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ പ്രകൃതി അനുവദിക്കുകയുമില്ല. പ്രകൃതി അതിൻ്റെതായ കരാളഹസ്തം നമ്മുടെ ശിരസ്സിൽ വെക്കുന്നതിന് മുൻപ് നമ്മൾ സ്വയം അധർമ്മത്തിൽ നിന്നും അനീതിയിൽ നിന്നും പിന്മാറുക. ഏത് തെറ്റായ രീതിയിലൂടെ സമ്പത്തുണ്ടാക്കിയാലും അവസാനം അതനുഭവിക്കാൻ, നല്ല രീതിയിൽ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. ഇതൊന്നും ആത്മീയതയും മതവും ഒന്നുമല്ല, ഇതൊക്കെ പ്യുവർ സയൻസാ. അതുകൊണ്ട് തന്നെയാ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു, ഈ മനുഷ്യന്റെ മനസ്സ് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തിനെയും നശിപ്പിക്കാൻ പാകത്തിന് 2012 എത്തി നിൽക്കുന്നു. 21ാം നൂറ്റാണ്ടില് തനിക്ക് സമ്പത്ത്, തനിക്ക് സുഖം, തനിക്ക് അധികാരം, തനിക്കെല്ലാം വേണം. അത് മറ്റുള്ളവനെ എങ്ങനെയെല്ലാം നശിപ്പിച്ചിട്ടായാലും വിരോധമില്ല, മറ്റ് ജീവജാലങ്ങളെ എങ്ങനെയെല്ലാം നശിപ്പിച്ചിട്ടായാലും വിരോധമില്ല, എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടായാലും വിരോധമില്ല. സമ്പത്ത് എന്നുള്ളതിൻ്റെ പുറകിൽ ഓടുന്ന വിദ്യാഭ്യാസമുള്ളവരെ, ബുദ്ധിജീവികളെ, നേതൃസ്ഥാനത്തിരിക്കുന്നവരെ, സാധാരണ ജനതയിലെ മുമ്പിൽ നിൽക്കുന്നവരെ, നന്മ ചെയ്യുന്നവരാണ് ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തിന്മ ചെയ്യുന്നവർക്ക്
പ്രകൃതിയുടേതായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകാതിരിക്കില്ല. അത് വാർദ്ധക്യത്തിലായാലും അതിനു മുമ്പായാലും അനുഭവിച്ചേ തീരൂ. അതുകൊണ്ട് ഓർമ്മിക്കുക, അധർമ്മവും അനീതിയും അന്യായവും ചെയ്യുന്നവർക്ക് സമൂഹം സപ്പോർട്ട് തരുന്നു എങ്കിൽ ആ സമൂഹത്തിലെ ചില വ്യക്തികൾക്ക് അവരുടെ കാര്യം നടത്താൻ വേണ്ടി മാത്രമാണ് അവർ സപ്പോർട്ട് തരുന്നത്. ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന അധർമ്മവും അനീതിയും അന്യായവും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്ന അത്രയും ധർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ പന്ഥാവിലൂടെ പോകാൻ ജഗതീശ്വരനും ഈ രാഷ്ട്രവും, നമ്മുടെ രാഷ്ട്രം, ധർമ്മരാജ്യം എന്ന ഈ രാഷ്ട്രവും നിങ്ങൾക്ക് ആവേശവും, നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിങ്ങളിൽ നിന്ന് ആവേശവും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും നിങ്ങളിൽ നിന്ന് സന്ദേശവും ലഭിക്കട്ടെ. ഓരോ ദിവസവും സാധിക്കുന്നവരെല്ലാം ധർമ്മത്തിൻ്റെ പന്ഥാവിലൂടെ കൊണ്ടുവരാൻ സന്തോഷമുണ്ട്. ഞാനും വരാം. 20 മണിക്കൂർ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കരയാനോ ദുഃഖിക്കാനോ വെല്ലുവിളിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ സെക്രട്ടേറിയറ്റിലെ ജാഥ നടത്താനോ പോകുന്നതിന് പകരം മനുഷ്യ മനസ്സുകളിൽ മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.